ഹായ്, ഇന്ന് ഞാനൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അതായത് ഇതൊരു വെറൈറ്റി പുട്ടാണ്. വളരെ ഹെൽത്തി എന്ന് വെച്ചാൽ ഭയങ്കര ഹെൽത്തിയായ ഒരു പുട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തയ്യാറാക്കുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം വേണ്ടത് ഇത് 250 ഗ്രാം പച്ചരിയാണ്. അത് എല്ലാം ഒരേ അളവിൽ തന്നെ എടുക്കണം. ആ പച്ചരി ആദ്യം കഴുകി ഒന്ന് തോരാനായിട്ട് വെക്കണം, ഒന്ന് തോർത്തിയെടുക്കണം. അല്ല വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് അത് ശരിയാക്കാൻ പറ്റും. ഞാനിങ്ങനെ അപ്പോൾ തന്നെ കഴുകി അരിപ്പിൽ ഒന്നരിച്ച് വേറൊരു പരന്ന പ്ലേറ്റിലേക്ക് ഇതുപോലെ നിരത്തി വെച്ചു, ഒന്ന് തോർന്ന് കിട്ടാനായിട്ട്. പിന്നെ ഞാൻ എടുത്തത് അതേ അളവിൽ തന്നെ 250 ഗ്രാം പയറാണ്, ചെറുപയർ. ആ ചെറുപയർ ഇതുപോലെ കഴുകി, ഒന്നും കുതിർക്കരുത്, കഴുകി അതിനെ ഇതുപോലെ ഒന്ന് തോർത്താനായിട്ട് അരിപ്പയിൽ അരിച്ചെടുത്തിട്ട് വേറൊരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് അതിനെയും ഒന്ന് തോർത്തിയെടുക്കണം. ചെറിയ വെള്ളത്തിൻ്റെ അളവ് നനവിരുന്നാലും കുഴപ്പമില്ല, നമുക്കൊന്ന് തോർത്തിയെടുത്താൽ മതി. പിന്നെ വേണ്ടത് കൂരവാണ്. അതേ അളവിൽ തന്നെ 250 ഗ്രാം കൂരവ് കൊടുത്ത് ഇതുപോലെ കഴുകി അരിച്ചെടുത്തിട്ട് അതിനെയും ഒന്ന് തോർത്തിയെടുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഇതൊന്ന് ചെറുതായിട്ട് വെള്ളം ഒന്ന് തോർന്ന് കിട്ടിയാൽ മതി. ബാക്കി വെള്ളം നമ്മളിനി ഇതെല്ലാം വറുക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും വെള്ളമെല്ലാം വാർന്നു പൊക്കോളും. എന്നിട്ട് നമുക്ക് വറുക്കാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ആദ്യം പച്ചരി വറുക്കാം. ആദ്യം ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കണം. പച്ചരി ഇടുമ്പോൾ ആ ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് വെള്ളം അങ്ങ് വാർന്നു പോകും. എന്നിട്ട് അതിൻ്റെ തീ ഒന്ന് കുറച്ച് വെച്ച് ആ പച്ചരി നന്നായിട്ട് വറുത്തെടുക്കണം. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതൊന്നും കുതിർന്നു പോകരുത്. കുതിർന്നു പോയാൽ നമുക്ക് വറുത്തെടുത്ത് പരുവത്തിന് എടുക്കാൻ പറ്റാണ്ട് വരും. അതുകൊണ്ട് അപ്പോൾ തന്നെ കഴുകി വാരിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുമ്പോൾ തീ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അരിയുടെ കളറൊന്നും ചേഞ്ച് ആകാതെ. എന്നാൽ അരി നന്നായിട്ട് മൂത്ത് നമുക്കതിൽ നിന്ന് ഇടയ്ക്ക് ഒരു അരി എടുത്ത് ഇങ്ങനെ കടിച്ചു നോക്കുമ്പോഴറിയാം മൂത്ത് വന്നത് നമുക്ക് മനസ്സിലാകും. ആ പരുവത്തിലേക്ക് തന്നെ ഇത് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട്. ആ പരുവം മൂത്തെടുത്തിട്ട് നമുക്കിതിനെയും വേറൊരു പ്ലേറ്റിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അത് മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ, നമ്മൾ ആദ്യം വറുത്ത പാനിലേക്ക് തന്നെ, ഇത് ഞാൻ പച്ചരി തണുക്കാനായിട്ട് മാറ്റി വെച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പയർ വറുത്തെടുക്കാം. പയർ തട്ടിയിടുമ്പോൾ പയറിൽ ചെറിയ നനവുണ്ടാവും. ഫ്ലെയിം കൂട്ടി വയ്ക്കുക. കൂട്ടി വെച്ചിട്ട് ആ നനവ് മാറി കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. ആ പയറും നന്നായിട്ട് മൂത്ത് വരണം. പയർ മൂക്കുമ്പോൾ നമുക്കറിയില്ല, നല്ല മണം കിട്ടും. ആ മണം വന്ന് പയറിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവും. ആ ചേഞ്ചായി വരുന്ന സമയത്ത് പയർ മൂത്ത് വരുമ്പോൾ അതിനെയും നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അതും തീ നമ്മൾ സൂക്ഷിച്ച് തന്നെ ഇടണം, കരിഞ്ഞു പോകാതെ കളർ ചേഞ്ചിൽ പയർ മൂത്ത് കിട്ടണം. ആ പരുവത്തിന്. പയറൊക്കെ എത്ര ഹെൽത്തി ആണെന്നുള്ള കാര്യം നമുക്ക് തന്നെ അറിയാം. അതുപോലെ തന്നെയാണ് ഇനി ഇതിൽ ചേർക്കുന്ന കൂരവും പയറും ഒക്കെ എത്രത്തോളം ഹെൽത്തിയാണ്. നമ്മുടെ കുട്ടികൾക്ക് കൂരവ് അല്ലാണ്ട് കാച്ചി കൊടുത്താൽ ചിലപ്പം ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഇതിൽ തയ്യാറാക്കുന്ന വിധത്തിൽ നമുക്കിത് ഒരുപാട് ഐറ്റം തയ്യാറാക്കാൻ പറ്റും. അതിൽ ഒരു ഐറ്റമാണ് ഞാൻ ഇതിൽ പരിചയപ്പെടുത്തുന്നത്. ഇതുപോലെ പയറിപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിനെ ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ കൂരവും കൂടെ വറുത്തെടുക്കണം. കൂരവിന് എനിക്ക് കുറച്ചുകൂടെ നനവുണ്ടായിരുന്നു. ഞാൻ അരിപ്പയിൽ തന്നെയാണ് വെച്ചിരുന്നത്. അതുകൊണ്ട് ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചു. ഒത്തിരി ഫ്ലെയിം കൂട്ടി പെട്ടെന്ന് തന്നെ ആ വെള്ളം വാർന്നപ്പോൾ ഫ്ലെയിം കുറച്ചു. എന്നിട്ട് അതിനെ ഇതുപോലെ നന്നായിട്ട് വറുത്തെടുക്കുക. കൂരവിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാവും. അതെല്ലാം കളഞ്ഞിട്ട് വേണം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കാൻ. ഇതെല്ലാം ഉണക്കിയെടുത്തിട്ടാണ് വറുക്കുന്നതിന് കുറച്ചുകൂടെ എളുപ്പത്തിൽ വറുക്കാം. ഞാൻ പിന്നെ ഉണക്കാനുള്ള സമയം മെനക്കെടുക്കാതെ അപ്പോൾ തന്നെ കഴുകി അപ്പോൾ തന്നെ വറുത്തെടുക്കുകയാണ് ചെയ്തത്. ഇതേപോലെ അത് നന്നായിട്ട് മൂക്കുന്ന പരുവത്തിൽ നമുക്ക് ഇതുപോലെ എടുത്ത് നോക്കുമ്പോൾ അറിയാം. ആ പരുവത്തിൽ അതും മൂത്തിട്ട് ഒന്ന് ഫ്ലെയിം ഓഫാക്കിയിട്ട് അതിനെ ഒന്ന് തണുക്കണം. നമ്മുടെ ഈ 3 ഐറ്റവും നമുക്ക് തണുത്ത് കിട്ടണം. പിന്നെ ഇതിനോടൊപ്പം നമുക്ക് ഹെൽത്തിയായും ടേസ്റ്റിന് വേണ്ടി ബദാം ഉണ്ടെങ്കിൽ, എൻ്റെ കൈവശം ഉള്ളത് കൊണ്ട് ഞാൻ അത് വറുത്ത് ചേർത്തു. അണ്ടിപ്പരിപ്പ് നേരത്തെ വറുത്ത് വെച്ചിരുന്നതാണ് എൻ്റെ കൈവശം ഉണ്ടായിരുന്നത്, അത് ചേർത്തു. പിന്നെ 4-5 ഏലക്ക, ഇവയെല്ലാം കൂടെ ഇതിനോട് ചേർത്ത്, ഏലക്ക ചേർക്കുമ്പോൾ ഒരു മണവും കിട്ടും, അത് കുറച്ചുകൂടെ ടേസ്റ്റിയാവും. ഇതെല്ലാം കൂടെ ഇട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കണം. ഞാൻ ഒറ്റ ട്രിപ്പായിട്ട് തന്നെ വലിയ ജാറിലേക്ക് ഇതെല്ലാം ഇട്ടു. നമുക്ക് എത്രത്തോളം പൊടിക്കാൻ പറ്റുമോ അത്രത്തോളം പൊടിച്ചെടുക്കണം. കാരണം പയറുണ്ട്, പയറൊക്കെ നമുക്ക് പൊടിഞ്ഞ് വരുന്നത് അത്രയും വളരെ നേർമയായിട്ടൊന്നും പൊടിഞ്ഞ് കിട്ടില്ല.
അരി പൊടിഞ്ഞ് കിട്ടും. എനിക്ക് ഈ പരുവത്തിലാണ് പൊടിഞ്ഞ് കിട്ടിയത്. കിട്ടിയ പരുവത്തിൽ നമ്മുടെ മിക്സിയുടെ അതനുസരിച്ച് എത്രത്തോളം പൊടിക്കാൻ പറ്റുമോ അത്രത്തോളം പൊടിച്ചിട്ട് വേറൊരു പ്ലേറ്റിൽ തട്ടി വയ്ക്കുന്ന മാവൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു ഒട്ടും നനവില്ലാത്ത, ഈർപ്പം ഒട്ടും ഇല്ലാത്ത ഒരു ടിന്നിലേക്ക് മാറ്റി ഇട്ട് വയ്ക്കാം. ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇതിൽ നിന്ന് തയ്യാറാക്കാൻ പറ്റും. ഇന്ന് ഞാൻ ഇതിൽ തയ്യാറാക്കാൻ പരിചയപ്പെടുത്തുന്നത് ഇതുകൊണ്ടുണ്ടാക്കിയ ഒരു പുട്ടാണ്. ഭയങ്കര ഹെൽത്തി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു പുട്ടാണ്. ഇത് ആരും കഴിക്കും. എത്ര കഴിച്ചാലും അത് പുട്ട് നമ്മൾ മാവ് നനയ്ക്കുമ്പോഴേ അതിൽ നിന്ന് വരുന്ന മണവും പുട്ട് ആവി വരുമ്പോൾ വരുന്ന മണവും അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്ര ടേസ്റ്റിയാണ് കേട്ടോ. ഞാനതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് പിന്നെ സാധാരണ പുട്ടിന് നനയ്ക്കുന്ന പോലെ തന്നെ, പക്ഷേ അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസമെന്ന് വെച്ചാൽ പയറൊക്കെ വറുത്ത് ചേർത്തത് കൊണ്ട് ഒരല്പം വെള്ളം ഒഴിച്ച് നനച്ചിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് വെച്ചേക്കണം. ആ പയർ കുതിർന്ന് വരും. പുട്ട് അതിന് ശേഷം തേങ്ങയൊക്കെ ചുരണ്ടി എടുത്തുകൊണ്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്കും പയറൊക്കെ കുതിർന്ന് ആദ്യം നനച്ച് വയ്ക്കുന്ന ഒന്ന് ഡ്രൈ ആവും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് വീണ്ടും ഒന്നും കൂടെ നനയ്ക്കണം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് വേണം ഇത് നനച്ചെടുക്കാൻ. നമ്മൾ തരി പുട്ട് പൊടി നനയ്ക്കുന്നത് പോലെ വെള്ളം ചേർക്കരുത്. കുറേശ്ശെ ചേർത്ത് നനച്ച് നമ്മളിത് പുട്ടിൻ്റെ പരുവത്തിൽ നനച്ചെടുക്കണം. നമുക്ക് മാവ് നന്നായി നനഞ്ഞെന്ന് മനസ്സിലാവുന്നത് നമ്മൾ അതിനെ കൈ കൊണ്ടൊന്ന് ഉരുട്ടി നോക്കുമ്പോൾ നന്നായിട്ട് ഉരുള പിടിച്ച് വരുവാണെങ്കിൽ ആ മാവ് നല്ല പരുവായിട്ടുണ്ടാവും. പക്ഷേ ഇപ്പം നമ്മൾ പിടിച്ച് വരുമ്പോൾ നല്ല ഉരുള പോലെ വന്നാലും നമ്മൾ അത് കണക്കാക്കേണ്ട. അതിനെ ആ പരുവത്തിലൊന്ന് അടച്ചു വയ്ക്കുക 2 മിനിറ്റ്. കാരണം അത് പയർ കുതിർന്ന് വരുമ്പോൾ ആ വെള്ളത്തിൻ്റെ അളവങ്ങ് കുറയും. ഇത് മാവ് വളരെ ഡ്രൈ ആയിപ്പോവും. അപ്പോൾ നമ്മൾ വീണ്ടും അടപ്പ് തുറന്നിട്ട് നമ്മൾ കുറച്ചുകൂടെ നനയ്ക്കണം. ഇത് ഞാൻ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നനച്ചു. ഇപ്പോൾ ഉരുട്ടി വന്ന പരുവായപ്പോൾ ഞാനതിങ്ങനെ ഒന്ന് പൊത്തി വെച്ചു. ഒരു 2-3 മിനിറ്റാണ് ഞാനിങ്ങനെ അടച്ചു വെച്ചത്. അത് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ മാവ് ഡ്രൈ ആയി. പിന്നെ ഞാൻ കുറച്ചുകൂടെ വെള്ളം അതിലേക്ക് ചേർത്ത് അതിനെ ഒന്നുകൂടെ കുഴച്ചെടുക്കുകയാണ് ചെയ്തത് പുട്ടിൻ്റെ പരുവത്തിലേക്ക്. അങ്ങനെ ചേർത്തെടുത്തിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ തിരുമിയതും കൂടെ ചേർത്തു. അതും കൂടെ ചേർത്ത് ഇളക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റിയാകും. നമുക്ക് പുട്ട് കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാകും. അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ കുറച്ചുകൂടി തേങ്ങ ചേർത്തത്. അതിൻ്റെ മാവ് നമ്മളൊന്ന് ഉരുട്ടി നോക്കുന്നതാണല്ലോ പുട്ടിൻ്റെ പരുവം. ആ രൂപത്തിൽ മാവൊന്ന് നനച്ചെടുക്കണം പുട്ടിനായിട്ട്. നനച്ചിട്ട് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത്, തേങ്ങ നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ വേണമെങ്കിൽ 1 സ്പൂൺ നെയ്യ് ഇതിനോടൊപ്പം ചേർക്കാം, കുറച്ചുകൂടെ മണം കിട്ടും. പിന്നെ ജീരകം ഇഷ്ടമുള്ളവരാണെങ്കിൽ ജീരകം ചേർക്കാം. ഞാൻ നെയ്യും ജീരകവും അവോയ്ഡ് ചെയ്തു. കാരണം നെയ്യ് കുറച്ച് മോനൊക്കെ ഫാറ്റൊക്കെ ഉള്ളതുകൊണ്ട് അതാണ് ഒഴിവാക്കിയത്. എന്നിട്ട് നമുക്ക് സാധാരണ പോലെ തേങ്ങയും മാവും ഇടകലർത്തിയിട്ട് നമുക്ക് ആവി കയറ്റിയെടുത്താൽ നമ്മുടെ സൂപ്പർ ഹെൽത്തിയായ പുട്ട് റെഡിയാകും. ഇത് നമുക്ക് എപ്പോഴും വീട്ടിൽ ഉള്ള സാധനമാണ്. അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഈസിയായിട്ട് വാങ്ങാൻ പറ്റുന്നതാണ്. വളരെ വിലയുള്ള സാധനങ്ങളൊന്നും ഇതിലില്ല. അതുകൊണ്ട് കുരവായിരിക്കാം ചില വീടുകളിൽ എപ്പോഴും ഇല്ലാണ്ട് വരണം. അത് ഏത് അടുത്തുള്ള ഷോപ്പിലും കിട്ടുന്നതാണ്. അതുപോലെ നമ്മൾ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി മാവ് വെച്ചേക്കൂ. നമുക്ക് ആവശ്യാനുസരണം എടുത്ത് പുട്ട് തയ്യാറാക്കാം. ഇതെങ്ങനെയുണ്ട് ഈ വീഡിയോ? പുട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. ഇതേ തരത്തിൽ പുട്ടുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. സപ്പോർട്ട് ചെയ്യണം.